കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് സർവകക്ഷി ഹർത്താൽ ആചരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് മിഥുൻ പിള്ളയും മെഡിക്കൽ കോളേജിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാലും ചേരുന്നു. ആദ്യം നമുക്ക് മിഥുൻ പിള്ളയിലേക്ക് പോകാം. മിഥുൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആന വിരണ്ടോടിയ തിക്കിലും തിരക്കിലും പെട്ട് 3 മരണം സംഭവിച്ചു. നിരവധി പേർ പരിക്കേറ്റിപ്പോഴും ചികിത്സയിലാണ്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു അപകടം ഉണ്ടായത് എന്നതിൻ്റെ അടിസ്ഥാനം, പ്രാഥമിക അന്വേഷണം ഇവയൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രോഹിണി, നമ്മളിപ്പോൾ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്ര ഭൂമിയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഉത്സവത്തിൻ്റെ അവസാന ദിവസം നടന്ന ഈ ഒരു ദാരുണമായ സംഭവം. അതിൽ 3 പേരാണ് മരണമടഞ്ഞത്. അതൊരു ആളുകളെ സംബന്ധിച്ച് വലിയ ഒരു ദുഃഖമുണ്ടാക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറും ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, പോലീസിന് പുറമെ വനം വകുപ്പും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശവാസി കൂടിയായ രതീഷ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഇന്നലെ ഒരു അപകടം? എങ്ങനെയായിരുന്നു? ഇവിടുന്ന് താലപ്പൊലിക്ക് വേണ്ടിയിട്ട് വരെ ഇവിടുന്ന് പോയിട്ടാണ് താലപ്പൊലി അവിടുന്ന് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടി 2 ആനയും തിടമ്പിള്ള എഴുന്നേച്ചിട്ട് 2 ആനയ്ക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ഓരോ ആനയായിട്ടാണ് വളയുന്നത്. ഈ വളവിൽ 2 ആനയും കൂടി വളയാൻ പറ്റില്ല. അപ്പോൾ ഒരു ആന വളഞ്ഞ് മുന്നോട്ട് പോയി, 2ാമത്തെ ആന ബാക്കിലുണ്ട്. അതും വളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ആൾക്കാർ എടുത്താണല്ലോ, ഏകദേശം ആ ആൾക്കാർ ഇരിക്കുന്ന ഭാഗത്തേക്കാണുള്ളത്. ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരുന്ന സമയത്താണ് അവിടെ നിന്നുള്ള മുന്നോട്ട് പോയി ആന തിരിച്ചത്. ഈ പടകം പൊട്ടുന്ന ഒച്ച കേട്ടിട്ടാവാനാണ് ചാൻസ്. കാരണം അത് മതം പൊട്ടിയതല്ല, ഒന്നും ചെയ്തിട്ടില്ല, ആൾക്കാരും ചെയ്തിട്ടില്ല. അത് വിരണ്ടോടി തന്നെയാണ്. തിരിഞ്ഞ സമയത്ത് അതിനോട് കുത്ത് കിട്ടി, മറ്റേ ബാക്കിലുള്ള ആനയ്ക്ക് കുത്തി. ആ ബാക്കിലുള്ള ആന കുത്തിയപ്പം ആ ബാക്കിലുള്ള ആന അതിൻ്റെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ 2 പേരും കൂടി ഇവിടുന്ന് കുന്തും തള്ളുമായി. അപ്പോൾ അതിൽ പെട്ടതാണ് ഈ മരണപ്പെട്ട ആൾക്കാരെല്ലാം. ആ സമയത്താണ് ആ ബിൽഡിങ് പൊട്ടി വീണതും. അല്ലെങ്കിൽ അതിൻ്റെ ആന തട്ടിയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. കറക്റ്റ് നമ്മളെല്ലാം ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു, ആനയുടെ ബാക്കിൽ തന്നെ. അവിടുന്ന് പെട്ടെന്ന് ഞാൻ ബാക്കോട്ട് ഓടി. അപ്പം ആ സമയത്ത് സംഭവിച്ച ദാരുണമായ ഈ മരണം സംഭവിച്ചത് ആ ഒരു ഉന്തും തള്ളുമാണ് ആനൻ്റെ. 2 ആനയും കൂടി ഒരു 5-10 മിനിറ്റ് ഇവിടുന്ന്. കാരണം അത് രക്ഷപ്പെടാനാണ്, 2നും വളഞ്ഞിട്ട് ഓടാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ മുന്നിലുള്ള ആന വളഞ്ഞ് ഓടിക്കഴിഞ്ഞപ്പം മറ്റേതും അതിൻ്റെ ബാക്കിൽ തന്നെ ഓടി പുറത്തേക്ക് അങ്ങ് പോയിട്ടുണ്ട്. അല്ലാണ്ട് ആനയായിട്ട് ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. ഈ ബിൽഡിങ് വീണതും ആ ആനയുടെ ഉന്തും തള്ളൂല്ലേ, അതിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ് ഈ മരണം സംഭവിച്ച ആൾക്കാർ. എനിക്ക് ചെറിയൊരു ആനേൻ്റെ വാലുകൊണ്ട് ബാക്കിലുണ്ടായിരുന്നു. അപ്പം വാലുകൊണ്ട് ചെറുതായിട്ട് ഇവിടെ ഒരു അടി കൊണ്ടിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും പറ്റിയില്ല, കുറച്ചുകൊണ്ട് സഹായം കൊണ്ട് അങ്ങനെ ഒരു രക്ഷപ്പെട്ടു പോയി. പെട്ടെന്ന് കൂടി ചെറുതായിട്ട് എൻ്റെ കണ്ണടയും തിരിച്ചു പോയി ഇന്നലെ അവിടുന്ന്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മളെല്ലാം കൂടി രക്ഷാപ്രവർത്തനം വണ്ടിയെല്ലാം വന്നു, അതിലെടുത്ത് വെച്ച് എല്ലാം സ്പീഡ്. പരിക്കേറ്റ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ മാക്സിമം വേണ്ട. കാരണം ആൾക്കാരുള്ളതുകൊണ്ട് വണ്ടിക്ക് വരാനുള്ള ചെറിയ ബുദ്ധിമുട്ടാണ്, റോഡിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും മാക്സിമം സ്പീഡിൽ തന്നെ എല്ലാം കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു സങ്കടം. നാട്ടുകാരെ ഉത്സവം അവസാന ദിവസമായിരുന്നു. കാര്യമായിട്ടുള്ള താലപ്പൊലി എല്ലാം നടക്കേണ്ട സമയത്താണ്. താലപ്പൊലി എടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ അവിടെ ശിവക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അവിടെ എല്ലാം റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ പിന്നെ പോകാനും പറ്റില്ല. ദേവീദേവനും പോയിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട്. അപ്പം അതൊന്നും നടന്നില്ല. പിന്നെ അതിന് ശേഷം പിന്നെ ആൾക്കാരെല്ലാം ഒരു സൈഡിലേക്കായി. കുറേ ആൾക്കാർ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറ്റി നിർത്തി, ബാക്കിയുള്ള ആൾക്കാരെല്ലാം സൈഡാക്കി. അതിന് ശേഷമാണ് പിന്നെ വണ്ടിയെല്ലാം വന്നിട്ടെല്ലാം കാര്യങ്ങളെല്ലാം നടന്നത്. കാര്യങ്ങൾ വ്യക്തമാണ് രോഹിണി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാൻ. ഈ ഒരു ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ തിരിയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തൊട്ടപ്പുറത്തെ പറമ്പിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്നു. അപ്പോൾ ഈ പടക്കത്തിൻ്റെ ശബ്ദം കേട്ട് ഭയന്നാണ് ആന ഈ തിരിഞ്ഞത് എന്നാണ് വന്നത്. തിരിഞ്ഞ് മറ്റേ ആനയെ കുത്തുകയായിരുന്നു. പീതാംബരൻ, ഗോകുൽ എന്നീ 2 ആനകളാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ ആനകൾ തിരിയുകയും പെട്ടെന്ന് ഒരു പരിഭ്രാന്തിയായി. ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ പോയി ഇടിക്കുകയുമായിരുന്നു ഈ 2 ആനകളും. അപ്പോൾ കുറച്ച് പഴക്കമുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടം ഇടിഞ്ഞ് താഴെ വീഴുകയായിരുന്നു. നമുക്ക് ഈ സ്റ്റെപ്പുകളിലൊക്കെ ആളുകൾ നിരന്നിരിക്കുന്നുണ്ട്. പ്രായമായ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കെട്ടിടം താഴേക്ക് ഇടിഞ്ഞ് വീഴുകയും ഈ കെട്ടിടത്തിൻ്റെ അടിയിൽപ്പെട്ടായിരിക്കണം കൂടുതൽ ഈ മരണപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കുക എന്നൊരു സൂചന തന്നെയാണ്. ആനയ്ക്കിടയിൽ ആളുകളെ ആക്രമിച്ചില്ല എന്നൊരു കാര്യം കൂടി ഈ നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഈ ശബ്ദം കേട്ട് വിരണ്ട് ഓടുകയായിരുന്നു. അതിനുശേഷം ഇവിടെ ഈ ഒരു കെട്ടിടം പൊളിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്കാണ്, അതായത് ഈ റോഡിൻ്റെ അങ്ങോട്ടേക്കാണ് ആനകൾ 2ഉം ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത്
മുഴുവൻ ആളുകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഇപ്പുറത്തെ ഭാഗത്ത് മുഴുവൻ ആളുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആന നേരെ റോട്ടിലേക്ക് പോയതുകൊണ്ട് മാത്രം വലിയൊരു അപകടം ഒഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും സംഭവത്തെ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ റവന്യൂ വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ടത് ഈ മരണപ്പെട്ട 3 ആളുകളുടെയും മൃതദേഹം എന്നിവിടെ കുറവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും 3 ഇടങ്ങളിലേക്കായി കൊണ്ടുപോയി ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. ഈ സംഭവത്തോടനുബന്ധിച്ച് ഇവിടുത്തെ 9 വാർഡുകളിൽ, കൊയിലാണ്ടിയിലെ 9 വാർഡുകളിൽ ഇന്ന് ഈ സർവകക്ഷി പരമായിട്ട് ഇവിടെ ഹർത്താൽ ആചരിച്ചു വരികയാണ്. അതിനുള്ള നാട്ടുകാരെല്ലാം തന്നെ സഹകരിക്കുന്നുമുണ്ട്. രോഹിണി. ഓക്കെ, നമുക്ക് ഗോകുലിലേക്ക് കൂടി പോകാം. ഗോകുൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഗോകുലിൽ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടക്കാനിരിക്കുന്നു. ഒപ്പം പരിക്കേറ്റവരുമുണ്ട്. അവിടെ വിവരങ്ങൾ എന്താണ്? നിലവിലിപ്പോൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 14 പേരാണ്. 12 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 2 പേർ ജില്ലയിൽ തന്നെ മറ്റു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു അപകടം നടന്ന സമയത്ത് 31ഓളം പേരാണ് കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റു സ്വകാര്യ ആശുപത്രിയിലൊക്കെയായി പ്രവേശിപ്പിച്ചത്. എന്നാൽ അവരുടെ പരിക്കുകൾ നിസ്സാരമാണ് എന്നത് കണ്ട് ഇന്നലെ രാത്രി തന്നെ പല ആളുകളെ മടക്കി അയക്കുകയാണ്. അതിൽ 12 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 2 പേരുടെ പരിക്കാണ് സാരമുള്ളത് എന്ന് പറയുന്നത്. അതായത് അവരുടെ കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. ബാക്കി 10 പേരുടെയും നില തൃപ്തികരമാണ്, കുഴപ്പമില്ല. ഈ കാലിന് പൊട്ടുള്ള ആളുകളുടെയും ജീവനോ മറ്റ് അപകടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊന്നും എത്തില്ല. എന്നാലും ഗുരുതരമാണ് എന്ന് പറയുന്നത് 2 പേരുടെ പരിക്ക് മാത്രമാണ്. അവരുടെ കാലിന് പൊട്ടലുണ്ട്. ചില ആളുകളുടെ തലയ്ക്കൊക്കെ പൊട്ടലേറ്റിട്ടുണ്ട്. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഈ ആന വിരണ്ടോടുന്ന സമയത്ത് അതിന് സമീപത്തുണ്ടായിരുന്ന തിടപ്പള്ളിയിൽ ഇരുന്ന ആളുകൾക്കാണ് കൂടുതലായി പരിക്കേറ്റിട്ടുള്ളത്. തിടപ്പള്ളി പൊളിക്കുന്ന സമയത്ത്, അത് ആന വിരണ്ടോടി തിടപ്പള്ളി ആക്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഓടുകളും മറ്റും ഇവരുടെ തലയിൽ വീഴാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അങ്ങനെ തലയ്ക്കും കാലിനുമാണ് കൂടുതലായി ഗുരുതരമായി പരിക്കേറ്റുള്ളത്. 2 പേർക്ക് മാത്രം കാലിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മെഡിക്കൽ കോളേജ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ബുള്ളറ്റ് പുറത്തുവിടുന്ന സമയത്താണ് ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിലും ഇവരുടെ ആരുടെയും ജീവന് ഭീഷണിയില്ല, അപകടനില തരണം ചെയ്തു എന്ന വിവരം തന്നെയാണ്, ശുഭകരമായിട്ടുള്ള ഒരു വിവരം തന്നെയാണ് ചികിത്സയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ 8 മണിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൊയിലാണ്ടി പോലീസ് ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തണം, അവരെത്തിയിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് 8 മണിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും എത്രയും വേഗം തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം പ്രവർത്തനങ്ങൾക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൊയിലാണ്ടി പോലീസും ഇവിടെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇവരിങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ, ബന്ധുക്കൾക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ പറഞ്ഞ അപകടം നടന്ന പ്രദേശത്ത്, അതായത് കൊയിലാണ്ടി കുറവങ്ങാട് വെച്ച് ഒരു മാവിൻ ചുവട്ടിൽ ഇവരുടെ 3 പേരുടെ ഇവരുടെ എല്ലാ പൊതു പ്രദർശനം ഉണ്ടാവുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. വീണ. ഓക്കെ, ഗോകുലും മിഥുൻ പിള്ളയുമാണ് വിവരങ്ങൾ നൽകി.